നമ്മുടെ സ്കിന്ന് എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കണം എന്ന് ആരാണല്ലേ ആഗ്രഹിക്കാത്തത്? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയണത്. നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ ഒരു മന്ത്ലി ഒരു തവണയെങ്കിലും ഇത് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിനായിട്ട് എടുത്തിരിക്കുന്ന പാലാണ്, നമ്മുടെ സാദാ പാല്. ഞാൻ എടുത്തിരിക്കുന്നത് പാലെടുത്തിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അപ്പം നല്ല തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. അപ്പം നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും കേട്ടോ. ഇത് പിന്നെ പാലെന്ന് പറയുന്ന സംഭവം നമുക്ക് കോട്ടൺ ഉണ്ടല്ലോ, കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു മസാജ് പോലെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മസാജും കിട്ടും. നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് പാല്. നന്നായിട്ട് നമ്മുടെ ഡീപ്പായിട്ട് നമ്മുടെ പോസിനകത്തോട്ട് പോയിട്ട് ഡേർട്ടൊക്കെ വലിച്ചെടുത്ത് കളയാൻ പാല് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പാലെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം പൊടിച്ച പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതൊരു ചെറിയൊരു സ്ക്രബും കിട്ടും, നന്നായിട്ട് ക്ലെൻസിങ് നടക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഷുഗർ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കൂ. ഭയങ്കര ബെസ്റ്റ് നല്ല ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. ഇപ്പോൾ കൈ കൊണ്ട് ചെറിയ മസാജ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നമ്മൾ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം കേട്ടോ. ഏതിലും നമ്മൾ ഒരു ദിവസം ഒരു പാക്ക് ഇട്ടു, നെക്സ്റ്റ് ദിവസം നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ടാനൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മളങ്ങ് മിണ്ടാതിരുന്ന പിന്നെയും നമ്മുടെ സ്കിന്ന് നമ്മൾ ഇന്നലെ ഇട്ടല്ലോ ഫേസ് പാക്ക് ഇനിയും നന്നായിട്ടിരിക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ടാൻ അടിച്ചാൽ എന്തായാലും നമ്മുടെ ഫേസ് ഇതുപോലെ എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി പാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ 10 മിനിറ്റ് ആയി കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ടിഷ്യൂ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഫേസ് മാസ്ക് ആണ് കേട്ടോ. 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ക്ലെൻസിങ്. അതിനുശേഷം നമ്മൾ മാസ്ക് ആണ് ഇടുന്നത്. ക്ലെൻസ് ചെയ്യുമ്പം നമ്മളെ പോഴ്സൊക്കെ ഓപ്പണായി നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മുടെ ഡേർട്ടൊക്കെ വലിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കൂരവ് പൊടിയില്ലേ, കൂരവ്, അതാണ്. ഇത് ഫൈനായിട്ട് പൊടിച്ച കൂരവാണ് കേട്ടോ. ഒരു തരികളും ഇല്ല. അതുകൊണ്ട് തന്നെ സ്ക്രബിങ് ഒന്നും നടക്കത്തില്ല. കാരണം നമ്മൾ ഇന്നലെയല്ല മെനിങ്ങാന്നൊരു പാക്ക് ഇട്ടതിൽ നമ്മൾ സ്ക്രബിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത് വേണ്ട കേട്ടോ. നിങ്ങൾ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കൂ. എനിക്ക് ഈ പാക്ക് ഇട്ടപ്പം നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ മെനിങ്ങാന്ന് ചെയ്ത പാക്ക് അപ്പം നമ്മുടെ ഫേസിൽ ടാനൊക്കെ മാറി. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു പാക്കും കൂടി ഇടുമ്പോൾ, ഒരു ദിവസം ഇടവിട്ട് നെക്സ്റ്റ് ദിവസം ഇടുമ്പോൾ എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ നിങ്ങളും ഒരു ദിവസം പാക്ക് ഇട്ടിട്ട് മിണ്ടാതിരിക്കല്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാച്ചുറൽ റെമഡീസാണ്. 100ൽ 90 പേർക്കും ഒരിക്കലും ഹാം ചെയ്യത്തില്ല, ഇറിറ്റേഷൻസോ അങ്ങനെയൊന്നും വരത്തില്ല. പിന്നെ ചില ആൾക്കാർക്ക് വരും. കാരണം എനിക്ക് മഞ്ഞൾ കൂടുതൽ അപ്ലൈ ചെയ്താൽ, ഞാൻ ഇന്ന് മഞ്ഞളിട്ട് ഒരു കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. കൂടുതൽ അപ്ലൈ ചെയ്താൽ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം വരും കേട്ടോ. ഭയങ്കര നീറ്റലൊക്കെ വരും. അപ്പം കുറച്ചേ അപ്ലൈ ചെയ്തോളൂ. അതുപോലെ തന്നെ ചില സമയത്ത് ചില പ്രോഡക്റ്റ്സ് ചിലർക്ക് അലർജി ഉണ്ടായിരിക്കാം മേ ബി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ നെക്കിൻ്റെ പോർഷനിലോ ബോച്ച് കിട്ടുന്ന ഭാഗത്ത് എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ സ്കിൻ നമുക്കറിയാം. അപ്പം നമ്മുടെ സ്കിന്നിൽ ചില പ്രോഡക്റ്റ്സ് ഇടുമ്പോൾ ഇറിറ്റേഷൻസ് ആണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട്, ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇടുന്നത് നന്നായിരിക്കുമേ. പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഫേസ് പാക്ക് ഇടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ കൂടുതൽ നല്ലൊരു എഫക്റ്റ് കിട്ടിയായിട്ട്, നല്ല റിസൾട്ട് കിട്ടിയായിട്ട് തോന്നിയത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ ഈ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഫേസ് പാക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ചേരുന്ന ഒരു ഫേസ് പാക്ക് നോക്കിയിട്ട് അതിടുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഫേസ് പാക്ക് എല്ലാം എനിക്ക് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഫേസ് പാക്കാണ് കാണിച്ചിരിക്കുന്നത്. മിക്ക ആൾക്കാർക്കും ചേരുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. കാരണം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സമയത്ത് എനിക്ക് ചില ക്രീംസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമായിരിക്കും അപ്ലൈ ചെയ്യണത്, സ്കിൻ കെയർ ചെയ്യുന്നു, പക്ഷേ ഒരു പ്രോഡക്റ്റും അതായത് ഫേസ് മാസ്ക് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ നാച്ചുറൽ റെമഡീസ് എന്തായാലും ചെയ്യണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഭയങ്കര നല്ല
റിസൾട്ടായിരിക്കും. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ വരും. പിന്നെ നമ്മൾ വെള്ളവും കൂടി കുടിക്കണം കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് കുടിക്കണം. ഞാൻ ബോട്ടിൽ ഒരു ദിവസമൊക്കെ 2 ദിവസം കുടിക്കും, ചില ദിവസം മറന്നു പോകും. എന്നാലും വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് നല്ല സ്കിന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ നമ്മുടെ ഫേസും കൈകളും നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതായത് ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ക്ലെൻസറോ അല്ലെങ്കിൽ പയറ് പൊടിയോ കടലമാവോ എന്തെങ്കിലും കൊണ്ടുവന്ന് ക്ലെൻസ് ചെയ്തിരിക്കണം. നിങ്ങൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഡേർട്ടും ഒക്കെ കാണും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഡബിൾ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷൻസ് വരും, പിന്നെ അലർജി വരും, പിമ്പിൾ വരും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ആവുള്ളൂ. നമ്മുടെ ഫേസിൽ എല്ലാവർക്കും ഈവൻലി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂക്കിൻ്റെ സൈഡിലും നമ്മുടെ മൗത്തിൻ്റെ സൈഡിലും ഒക്കെ നല്ല കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്ക് ഒരിക്കലും വിട്ടു പോകരുത്. നെക്കും നമ്മൾ മസ്റ്റായിട്ടും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് എന്തായാലും വെച്ചു കേട്ടോ. ഇത് പിന്നെ പെട്ടെന്ന് ഉണങ്ങി, ഫാനിട്ടിട്ട് പെട്ടെന്ന് ഉണങ്ങി എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു ഫേസ്. നിങ്ങൾ മോയ്സ്ചറൈസർ എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.